ഹലോ എവ്രിവൺ, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വീണ്ടും ഒരു സാറ്റർഡേ ആണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയുന്നത്, ഇന്നത്തെ ദിവസം നല്ല ടൈറ്റ് സ്കെഡ്യൂളാണ്. ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. രാവിലെ ഗ്രോസറി ഒക്കെ മേടിക്കാൻ ബിസ്മി പോകണം, ഹേസലിനെ പിക്ക് ചെയ്യാൻ സ്കൂളിൽ പോകണം. അങ്ങനെ കുറച്ച് കലാപരിപാടികൾ. വൈകുന്നേരം ഒരു അടിപൊളി വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാം. ഓണപരിപാടി എവിടെയാണെന്നല്ലേ? കഴിഞ്ഞ ഓണപരിപാടി എൻ്റെ ഓഫീസിലായിരുന്നു. ഈ ഓണപരിപാടി അനസക്കയുടെ ഓഫീസിലാണ്. അനസക്കയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസാണല്ലോ, ഹേലിയിൽ. ആ ഓണപരിപാടിയാണ് ഇന്ന് കാണാൻ പോണത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഞാനും ലിയാമും കൂടെ കാറിൽ കയറി ബിസ്മിയിലേക്ക് പോയി കേട്ടോ. ബിസ്മി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 20 മിനിറ്റ്സേ ഉള്ളൂ. ബിസ്മിയിൽ ചെന്നപ്പോൾ അവിടെയും ഓണത്തിൻ്റെ വൈബ് തന്നെയാണ്. ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളും ഓഫറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബിസ്മിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിനി പോണ വഴിക്ക് ഹേസലിൻ്റെ സ്കൂളിൽ കയറണം. അവളെയും വിളിച്ച് വീട്ടിൽ ചെന്ന് റെഡിയായി സൂട്ടിലേക്ക് ലഞ്ചിന് പോകണം. ഞാൻ പറഞ്ഞ പോലെ ഹേസലിനെയും വിളിച്ചു. ഞങ്ങളിതാ ഓണം കോസ്റ്റ്യൂമിൽ സെറ്റായി. എല്ലാവർക്കും സ്വാഗതം. സൂട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി കേട്ടോ. അവിടെ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അടിപൊളി ഓണപരിപാടിയായിരുന്നു. തുടിപ്പ് 2024 സൂപ്പറായിട്ട് അവർ ഓർഗനൈസ് ചെയ്തു. അടിപൊളി പരിപാടിയായിരുന്നു. എന്നെക്കൊണ്ടും എനിക്കും ഒരു മൈക്കൊക്കെ തന്ന് എന്നോടും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടി. ഇങ്ങനെ ഓണപരിപാടി കാണുന്നതിനും എല്ലാവരും ഗ്യാദർ ചെയ്യുന്നതും ഇയർ ബൈ ഇയർ ഗ്രോ ചെയ്യുന്നതും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കും സൂമിനും ഗുഡ്നസ് ഗ്രോസറിക്കും എല്ലാ സംരംഭത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. തിരുവാതിരകളില്ലാത്ത ഓണപരിപാടി ഉണ്ടോ? അങ്ങനെ ഒരു തിരുവാതിര കളിയോടുകൂടി അവരുടെ ഓണപരിപാടിക്ക് തുടക്കം കുറിച്ചു കേട്ടോ. അടിപൊളി ഓണപരിപാടികളായിരുന്നു. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-2 ഗെയിംസൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ട് സദ്യയിലേക്ക് കടന്നു. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു. സോന നോക്കി, സോന നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജു, അബി, നന്ദുക്കുട്ടൻ, അഫീസ്, അൻസൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിൽ നിന്ന്. ബാക്കി എല്ലാവരും അൻസക്കാട് ഓഫീസിലുള്ള ആളുകൾ തന്നെയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഓണാഘോഷമായിരുന്നു കേട്ടോ അവർ ഓർഗനൈസ് ചെയ്തത്. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും അപ്രീഷ്യബിളായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പണ്ട് വളരെ കുറച്ച് 10-12 പേരിൽ നിന്നും ഇപ്പോൾ ഒരു 10-30-35 പേര് സ്റ്റാഫ് അടങ്ങുന്ന ഒരു ഓണപരിപാടി ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ല അച്ചീവ്മെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും എനർജി പാക്കറ്റ്സാണ് കേട്ടോ, ഒരു കുറവുമില്ല എനർജിക്ക്. അടിപൊളിയാണ്. എന്തായാലും ഓണാഘോഷം സൂട്ടിലത് തകർത്തു എന്ന് തന്നെ ഞാൻ പറയാം. സദ്യനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സദ്യ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സൂപ്പറായിരുന്നു. അടിപൊളി കറികളും ഒക്കെ ആയിട്ട് മൃഷ്ടാനമായിട്ട് കഴിച്ചു നമ്മളെല്ലാവരും. അതുപോലെ പായസം, ഒരു രക്ഷയില്ലാത്ത പായസം, സൂപ്പർ പായസം, അടിപൊളി. നമ്മുടെ ബിസ്മയും മാളവികയൊക്കെ ഫുൾ ഓണാണ് കേട്ടോ. അവരെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഹേസലിൻ്റെ ഡാൻസ് ടീച്ചറും കോസ്റ്റ്യൂം മേക്കപ്പ് മാനൊക്കെയാണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ 2ാമത്തെ റൗണ്ട് ഇരുന്നവർക്കൊക്കെ നമ്മൾ വിളമ്പിക്കൊടുത്തു. അങ്ങനെയാണ് ഉണ്ടായത്. എന്നിട്ട് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനും ഹേസലും ലിയാമും അബിയും അഞ്ജും ഒക്കെ പോയി കേട്ടോ. അങ്ങനെ ഓണപരിപാടിയുടെ വീഡിയോ കണ്ടില്ലേ? ഓണപരിപാടി കഴിഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇനി ഫുള്ള് പരിപാടികളാണ്. ഗെയിംസ്, ഡാൻസ്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇനിയും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കിനൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആയതാണ്. അപ്പോൾ ഇനി അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത്. ഞാനും ലിയാമും ഹേസലും എൻ്റെ കൂടത്തിൽ പോന്നായിരുന്നു വീട്ടിലേക്ക്. അവരിവിടെ ഇരുന്ന് പഠിക്കും, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ഞാൻ അപ്പോഴേക്കും പുറത്ത് പോയിട്ട് തിരിച്ചു വരും. പിന്നെ അൻസക്കായും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അങ്ങനെ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ്. അപ്പോൾ ഒന്നിനും ടൈമില്ല. അപ്പോൾ 4:40, ഇപ്പോൾ സമയം 4:30 ആയി. 4:45 സന്ധ്യയും അഖിലയൊക്കെ റെഡി ആയിട്ട് താഴെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ റെഡിയായി പോകണം. അപ്പോൾ നമുക്കിനി വിവാഹ വിശേഷങ്ങൾ, വിവാഹ തലേന്നിൻ്റെ വിശേഷങ്ങൾ, സംഗീത നൈറ്റാണ്, അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാട്ടാ. വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ആരുടെയാന്ന് പറഞ്ഞില്ല അല്ലേ? അത് രാഹുൽ രാമചന്ദ്രൻ്റെയും ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെയാണ്.
ഇന്ന് ഞങ്ങൾ പോകുന്ന വെഡ്ഡിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇവരുടേത് തലേ ദിവസം നോർത്ത് ഇന്ത്യൻ കോസ്റ്റ്യൂമാണ് പറഞ്ഞിട്ടുള്ള തീം എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഷറാറയൊക്കെ യെല്ലോ ഷറാറയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. അവരെല്ലാവരും അങ്ങനെ തന്നെ. ഞാനും സന്ധ്യ അഖിലയും യെല്ലോ ഡ്രസ്സ് പ്ലാൻ ചെയ്തിട്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയും നമുക്ക് കാണാം. ഓക്കെ. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 5 പേര്, ഞങ്ങൾ 5 പേര് ഒന്നിച്ച് ഒരു ഊബർ എടുത്താട്ടോ പോകുന്നത്. 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്, 1 hour പ്ലസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. ഒരു കോമഡി എന്നാന്ന് വെച്ചാൽ അവിടെ ആദ്യം ചെന്നത് നമ്മളാണ്. സന്ധ്യനെ കണ്ടോ? സന്ധ്യ രാജ്പുത്താനി ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. 5:30 തുടങ്ങുന്ന സംഗീത നൈറ്റ് എന്ന് പറഞ്ഞ് 6:30 ഞങ്ങൾ കണ്ട കാഴ്ച അവിടെ ഒരാളും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയ ആൾക്കാർ കേട്ടോ. ഞാനും അഖിലയും സന്ധ്യയും പ്രീതിയും ഭക്തിയൊക്കെ കുറച്ച് നേരം അതിലേക്ക് നടന്നു. ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ എൻ്റെ ബാക്ക് വാട്ടർ ഉണ്ട്, റിസോർട്ടിന് ബാക്ക് വാട്ടർ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടു. ഗ്രീൻ നെസ്റ്റ് റിസോർട്ടാണ് കേട്ടോ കുമ്പളങ്ങിയിൽ. അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ 3-4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് കുറേ ഗോസിപ്പൊക്കെ അടിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും സ്റ്റാർട്ടറൊക്കെ വന്നു. സ്റ്റാർട്ടറും ജ്യൂസൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും എല്ലാ ആൾക്കാരും എത്തി കേട്ടോ. ഇത് കാണുന്നതാണ് ഗ്രൂമിൻ്റെ എൻട്രിയാണ്, രാഹുലിൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. എനിക്കങ്ങ് ദൂരെ പോയി എടുക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഇതൊരു സെലിബ്രിറ്റി കല്യാണമല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് ഇടിച്ച് കയറിപ്പോയി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. നല്ല ഡാൻസും അടിപൊളി പാട്ടോടുകൂടിയും ഫുൾ ചിയർ ഗേൾസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു എൻട്രി, മാസ് എൻട്രി എന്ന് തന്നെ പറയാം രാഹുലിൻ്റെത്. രാഹുലിനെ എനിക്ക് എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഒന്നാണ് കേട്ടോ, സെയിം ആണ്. ജിമ്മിൽ വെച്ചിട്ടുള്ള പരിചയമാണ് കേട്ടോ. ആളൊരു അടിപൊളി ഒരു ചിൽ മനുഷ്യനാണ്, ഭയങ്കര ഡൗൺ ടു എർത്താണ്. എല്ലാവരുമായിട്ടും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളതിൻ്റെ ജാടയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരുമായിട്ടും ഒരേപോലെ ഡീൽ ചെയ്യുന്നൊരു മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഭയങ്കര കംഫർട്ടബിളായിരുന്നു പരിപാടിക്ക് പോയിട്ട്. പുള്ളിയുടെ ചിയർ ഗേൾസൊക്കെ ആ സ്റ്റാർ മാജിക്കിലെ താരങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിക്ക് മുന്നേ ഉള്ള ഡാൻസുകളാണ്. 3-4 ലൊക്കേഷനിലായിട്ട് ലേഡീസിൻ്റെ ഡാൻസ് വന്നിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് ഭയങ്കര ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ച് സ്റ്റേജ് ഓപ്പൺ ആയിട്ടാണ് ബ്രൈഡിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. അതും പൊളിയായിരുന്നു. ബ്രൈഡ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീവിദ്യയും അത്യാവശ്യം നല്ല കുട്ടിയാണ്, നല്ല ഡൗൺ ടു എർത്താണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങൾ ജിമ്മിൽ ഒന്നിച്ചായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ബ്രൈഡിൻ്റെ എൻട്രിയാണ് കേട്ടോ. ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചിട്ട് സെൻട്രിയിൽ നിന്ന് കണ്ടോ ആ ഡോർ ഓപ്പൺ ആയിട്ട് വന്ന് അവിടെ നിന്ന് ശ്രീവിദ്യ പുറത്തേക്ക് ഇറങ്ങി വരും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റി ഇതൊക്കെ. രണ്ടുപേരുടെയും കോംബോ അടിപൊളിയാട്ടോ. ഭയങ്കര സൂപ്പർ ജോഡികളാണ് രണ്ടാളും. രണ്ടുപേരും ഡൗൺ ടു എർത്തുമാണ് കേട്ടോ. നല്ല പൊളൈറ്റായിട്ടുള്ള ആൾക്കാർ. അവരുടെ വീട്ടുകാരും അതെ ഒരു സാധാരണക്കാർ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇവർ രണ്ടുപേരുടെ ഒരു കോംബോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ താരങ്ങളുടെ അടിപൊളി ഒരു പെർഫോമൻസാണ്. അവരുടെ വെൽക്കം പ്രോഗ്രാമാണ്. അതായത് അവർ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബ്രൈഡിനോടും ഗ്രൂമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടായിരുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ചാടി കേട്ടോ. കാരണം തിരിച്ച് വീട്ടിൽ ചെല്ലണമല്ലോ. ഞങ്ങൾ ക്യാബൊക്കെ എടുത്ത് 1 മണിക്കൂർ ജോണയുണ്ടല്ലോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലൊരു 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. വീണ്ടും കാണാം. ബൈ.